അതെ, പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അപ്പുറത്ത് ഇതിലും അധികം കൊള്ളക്കാരുണ്ട്. സ്നാപകനെ ബന്ധനത്തിലാക്കിയതിനെ അനുസ്മരിച്ചുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു. നീതിമാന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊള്ളക്കാരും അവിടെ ഉണ്ട്. യോഹന്നാന്റെ സഹോദരൻ പറഞ്ഞവസാനിപ്പിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നിട്ടും യാതൊരു വിധത്തിലുള്ള മനംമടുപ്പുമില്ലാതെ നാം അവരെ സമീപിക്കുന്നു. അതേസമയം ചില മൃഗങ്ങളുടെ അടുത്തുകൂടി പോന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഗോഷ്ഠികളാണ് കാണിച്ചത്. അവ അവിശുദ്ധ ജീവികളാണ്. ഒരു പാപി അതിലും അവിശുദ്ധനാണ്. ഈ മൃഗങ്ങൾ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടവയാണ്. അങ്ങനെ ആയിപ്പോയത് അവയുടെ കുറ്റം കൊണ്ടല്ല. എന്നാൽ പാപത്താൽ അവിശുദ്ധനായി തീരുന്ന മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അവൻ അതിന് ഉത്തരവാദിയാണ്. അങ്ങനെയെങ്കിൽ അവിശുദ്ധ ജീവികളുടെ പട്ടികയിൽ അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്?